നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്, ഡിഫ്യൂഷൻ ടെക്നിക്സ് ആണ്. അതായത് ഡിഫ്യൂഷൻ ഏതൊക്കെ ടൈപ്പ് ഡോപ്പന്റ് ഉപയോഗിച്ചു എന്നുള്ളതനുസരിച്ച് നമുക്കറിയാം. സോളിഡും ലിക്വിഡും ഗ്യാസും ഉണ്ട്. ഡിഫ്യൂഷൻ ടെക്നിക്സ് മൂന്നായിട്ടാണ് മെയിനായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിഫ്യൂഷൻ വിത്ത് സോളിഡ് ഡോപ്പന്റ്. അതായത് ഡോപ്പ് ചെയ്യുന്നത് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഡോപ്പന്റ് ഈസ് ഇൻ സോളിഡ് ഫോം, സോളിഡ് സ്റ്റേറ്റിലായിരിക്കും ഡോപ്പന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് ഡിഫ്യൂഷൻ വിത്ത് ലിക്വിഡ് ഉണ്ട്, പിന്നെ ഡിഫ്യൂഷൻ വിത്ത് ഗ്യാഷ്യസ് ഡോപ്പന്റും ഉണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് വണ്ണായ ഡിഫ്യൂഷൻ വിത്ത് സോളിഡ് ഡോപ്പന്റ് ആണ്. ഇവിടെ യഥാർത്ഥം ഇത് തമ്മിൽ വലിയ വ്യത്യാസം വരത്തില്ല, ജസ്റ്റ് ആ ഡോപ്പൻസ് മാറുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചേഞ്ചസ് ആണ് ഉള്ളത് എന്നുള്ളത് മാത്രം നോക്കുക. പിന്നെ ഇവിടെ ചേഞ്ചസും ബാക്കി ഫിഗറൊക്കെ ഏതാണ്ട് സെയിം ആണ്. അപ്പൊ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് പഠിച്ചാൽ ഒരെണ്ണം പഠിച്ചാൽ തന്നെ ബാക്കി മൂന്നും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫ്യൂഷൻ വിത്ത് സോളിഡ് ഡോപ്പന്റിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇത് കോട്സ് ഡിഫ്യൂഷൻ ട്യൂബ്. ഈ ട്യൂബ് കോട്സ് ഡിഫ്യൂഷൻ ട്യൂബ് ആണ്. ഹൈ ടെമ്പറേച്ചർ ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ട്യൂബിന്റെ അകത്ത് വെരി ഹൈ ടെമ്പറേച്ചർ ആണ്. ഡിഫ്യൂഷൻ ഓൾവേസ് ഓഫ് കോഴ്സ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ആണ്. അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കേട്ടോ എല്ലാവർക്കും. ഡിഫ്യൂഷൻ ഓൾവേസ് ഓഫ് കോഴ്സ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. ഇവിടെ ഉപയോഗിക്കുന്ന സോളിഡ് ഡോപ്പന്റ് ആണ്. ഡിഫ്യൂഷൻ വിത്ത് സോളിഡ് ഡോപ്പൻസ് എന്ന് ഓൾറെഡി പറഞ്ഞു. ഇവിടെ ഉപയോഗിക്കുന്ന സോളിഡ് ഡോപ്പന്റ് ആണ്. അപ്പൊ ഇവിടെ സോളിഡ് ഡോപ്പന്റ് ആയിട്ട് ഇപ്പൊ ഇത് കാണിച്ചിരിക്കുന്ന പ്ലാറ്റിനം സോഴ്സ് ബോട്ട് എന്നാണ്. അപ്പൊ പ്ലാറ്റിനം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലാറ്റിനം സോഴ്സ് ബോട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സോളിഡ് ഡോപ്പന്റ് ഏതൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ആന്റിമണി ട്രൈഓക്സൈഡ് യൂസ് ചെയ്യാം സോളിഡ് ഡോപ്പന്റ് ആയിട്ട്. അതേപോലെ ആർസനിക് ട്രൈ ഓക്സൈഡ്. അപ്പൊ ഇതും കൂടെ ജസ്റ്റ് നോക്കുക. ആർസനിക് ട്രൈ ഓക്സൈഡ് എൻ ടൈപ്പ് ഡോപ്പിംഗ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, അപ്പൊ ആലോചിക്കുക, നമുക്ക് എൻ ടൈപ്പ് ഡോപ്പന്റ് ആണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എൻ ടൈപ്പ് ഡോപ്പിംഗ് ആണ് ഇവിടെ ഉദ്ദേശം. ഓർക്കുക, വേഫറിൽ ഡോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. വേഫറിനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ആക്കി മാറ്റുക നമ്മളെ റിക്വയർമെന്റിനനുസരിച്ചിട്ട്. പി എൻ റീജിയൻ ഫോം ചെയ്യണമെങ്കിൽ ഒരു പി ഡോപ്പിംഗ് അവിടെ നടത്തണമെങ്കിൽ ഏത് ഉപയോഗിക്കണം, എൻ ഡോപ്പിംഗ് ആണ് നടത്തേണ്ടെങ്കിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സോളിഡ് ഡോപ്പന്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോളിഡ് ഡോപ്പൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് ആന്റിമണി ട്രൈഓക്സൈഡ് അല്ലെങ്കിൽ ആർസനിക് ട്രൈഓക്സൈഡ് ആണെങ്കിൽ എൻ ടൈപ്പ് ഡോപ്പിംഗ് ആണ് വേണ്ടതെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എൻ ടൈപ്പ് അല്ല വേഫറിൽ വേണ്ടത്, പകരം പി ടൈപ്പ് ആണ് വേഫറിൽ ഡോപ്പ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സോളിഡ് ഡോപ്പന്റ് എന്ന് വെച്ചാൽ എന്താണ്, ബോറോൺ ട്രൈഓക്സൈഡും ബോറോൺ നൈട്രേറ്റും ആണ്. പി ടൈപ്പ് ആണ് വേണ്ടതെങ്കിൽ. ഇത് ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സോളിഡ് ഡോപ്പന്റ് ആണ്. അപ്പൊ സോളിഡ് ഡോപ്പന്റ് ആകുമ്പോൾ ഒന്നുകിൽ പ്ലാറ്റിനം സോഴ്സ് ബോട്ട്, ഇവിടെ ഇപ്പോൾ അതാ എഴുതിയിരിക്കുന്നത്, പ്ലാറ്റിനം സോഴ്സ് ബോട്ട് ഉപയോഗിക്കാം, പ്ലാറ്റിനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആന്റിമണി ട്രൈഓക്സൈഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആർസനിക് ട്രൈഓക്സൈഡ് ഉപയോഗിക്കാം. എൻ ടൈപ്പ് ആണ് വേണമെങ്കിൽ ആന്റിമണി ട്രൈഓക്സൈഡും ആർസനിക് ട്രൈഓക്സൈഡും. അതേപോലെ പി ടൈപ്പ് വേണമെങ്കിൽ ബോറോൺ ട്രൈഓക്സൈഡും ബോറോൺ നൈട്രേറ്റും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളെ സോളിഡ് ഡോപ്പന്റ്. ഇത് ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്, വേഫർ ആണ്. അപ്പൊ ഈ വേഫറിലോട്ട് ഈ സോളിഡ് ഡോപ്പന്റ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യേണ്ടത് സോളിഡ് ഡോപ്പന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഏത് ഡോപ്പന്റ് ഉപയോഗിച്ചാലും നമ്മുടെ ഉദ്ദേശം എന്താണ്, വേഫറിലോട്ട് ആ ഡോപ്പന്റിനെ കൊണ്ട് ഡിഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡോപ്പന്റിന്റെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പന്റ് എന്തിലോട്ട് കൊടുക്കും, വേഫറിലോട്ട് കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് ആ വേഫറിലോട്ട് ഡിഫ്യൂസ് ചെയ്യും. അത് ഏത് റീജിയനിലാണ് ഡിഫ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഏത് റീജിയനിലോട്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ഭാഗം മാത്രമായിരിക്കും എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കും, ഒരു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പന്റ് എവിടെ കൊടുക്കും, ആ വേഫറിൽ എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അവിടെ കൊടുക്കും. ബാക്കി ഭാഗമെല്ലാം മാസ്ക് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സോളിഡ് ഡോപ്പന്റ് ആണ്. ഇനി ഇവിടെ ബാക്കിയുള്ളതിന്റെ യൂസ് നമ്മൾ നോക്കാം. നൈട്രജൻ എന്ന് വെച്ചാൽ ഇനർട്ടിക് ഗ്യാസ് ആണ്. നൈട്രജന് രണ്ട് യൂസ് ആണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഈ ഡോപ്പ് ചെയ്യുമ്പോൾ എന്തായാലും ഇപ്പൊ ഈ സോളിഡ് സാധനമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആക്ച്വലി സോളിഡ് ആണ് ഉള്ളതെങ്കിലും ഹൈ ടെമ്പറേച്ചർ ആണ് ഈ ട്യൂബിന്റെ അകത്ത്. ഞാൻ പറഞ്ഞു ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ സോളിഡ് തന്നെ ആക്ച്വലി ഇവിടെ വെച്ച് തന്നെ ഇവിടെ കുറച്ച് സോളിഡ് സാധനത്തിന്റെ വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. സോളിഡിന്റെ വേപ്പേഴ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും ഇതിന്റെ അകത്ത്, ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ട്. ആ വേപ്പേഴ്സ് ആണ് ഇവിടെ ചെന്ന്
ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇവിടെ ചെന്ന് ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഹൈ ടെമ്പറേച്ചർ കാരണം ഇവിടെ സോളിഡിന്റെ വേപ്പേഴ്സ് ഉണ്ടാകും. ഇനി ഈ ഇനേർട്ട് ഗ്യാസിന്റെ യൂസ് എന്തെന്ന് വെച്ചാൽ രണ്ട് യൂസ് ആണുള്ളത്. ഒന്ന് ഫസ്റ്റ് യൂസ് എന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസ് ചെയ്ത സോളിഡ് സാധനത്തിന്റെ വേപ്പേഴ്സ് പ്രൊഡ്യൂസ് ആയിരിക്കുമല്ലോ, അതിന്റെ കോൺസെൻട്രേഷൻ നമ്മളെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് വേണം. ഇവിടെ ഇപ്പൊ ഹൈ ടെമ്പറേച്ചർ ഉണ്ടപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ആണ് വരുന്നത്. അപ്പൊ നമ്മളെ റിക്വയർമെന്റ് കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും എല്ലാം ഒക്കെ നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം കോൺസെൻട്രേഷനിൽ ഇത് വേണം എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. അതിനനുസരിച്ച് നൈട്രജൻ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നൈട്രജൻ ഇപ്പൊ നമുക്ക് വളരെ ഹൈ കോൺസെൻട്രേഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നൈട്രജന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. അപ്പൊ എന്താണ്, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പന്റ് വിൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദി വേഫർ. പക്ഷേ ഈ ലോ കോൺസെൻട്രേഷൻ മതിയെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ നൈട്രജൻ കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ സാധാരണ ഡയലൂട്ട് ചെയ്യുന്ന കണക്ക് തന്നെയാണ്. അപ്പൊ നൈട്രജൻ കൂടുതൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഡോപ്പന്റിന്റെ കോൺസെൻട്രേഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ചേ കാണും അല്ലെ. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഡിഫ്യൂഷൻ നടത്തും. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുതൽ വേണമെങ്കിൽ എന്താണ്, നൈട്രജൻ കൂടുതൽ കൊടുക്കും. കോൺസെൻട്രേഷൻ കുറച്ച് മതിയെങ്കിൽ എന്താണ്, കോൺസെൻട്രേഷൻ കൂടുതൽ വേണമെങ്കിൽ നൈട്രജൻ കുറച്ച് കൊടുക്കും. അതെ, കോൺസെൻട്രേഷൻ കുറച്ച് മതിയെങ്കിൽ എന്ത് ചെയ്യും, നൈട്രജൻ കൂടുതൽ കൊടുക്കും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ നൈട്രജൻ അടുത്ത യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, നൈട്രജൻ ഓൾറെഡി ഇവിടെ എന്തെങ്കിലും ഒരു ഗേഷ്യസ് ഇമ്പ്യൂരിറ്റീസ് ഫോം ചെയ്യാൻ, ഇവിടെ ഉണ്ടാവുന്ന ഗേഷ്യസ് ഇമ്പ്യൂരിറ്റീസിനെ ഇങ്ങോട്ട് വെന്റിലേറ്റർ അല്ലെങ്കിൽ ഇതിന്റെ പുറത്തോട്ട് കൊണ്ടുപോകാനും നൈട്രജൻ യൂസ് ചെയ്യും. ഇവിടെ നൈട്രജൻ തന്നെ യൂസ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്, നൈട്രജൻ ഈസ് എൻ ഇനേർട്ട് ഗ്യാസ്. അപ്പൊ നൈട്രജൻ വേഫറുമായിട്ടൊന്നും റിയാക്ട് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് എ വെരി ഹൈ സ്റ്റേബിൾ ഇനേർട്ട് ഗ്യാസ്. അതുകൊണ്ടാണ് ഇവിടെ നൈട്രജൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നൈട്രജന്റെ ഉപയോഗം കോൺസെൻട്രേഷൻ നമ്മളെ റിക്വയർമെന്റ്സിനനുസരിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. രണ്ടാമത്തെ യൂസ് എന്ന് വെച്ചാൽ വല്ല പോയിസണസ് ഗ്യാസസ് ഉണ്ടാവുമെങ്കിൽ അതിനെ പുറത്തോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി ബേണർ ബോക്സ് അല്ലെങ്കിൽ സ്ക്രബ്ബർ എന്ന് പറയുന്ന സാധനത്തിന്റെ യൂസ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ സാധാരണ അറിയാം പോയിസണസ് ഗ്യാസ് ഒക്കെ ഡയറക്റ്റ് എക്സോസ്റ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലോട്ട് വിടത്തില്ല. ഇൻഡസ്ട്രിയുടെ കേസിൽ തന്നെ നമ്മൾ പറയുമ്പോൾ പറയും പോയിസണസ് ഒക്കെ, അത് പോയിസണസ് ആയിട്ടുള്ള സ്മോക്ക് അല്ലെങ്കിൽ ഗ്യാഷ്യസ് പ്രോഡക്റ്റിന് ആ പോയിസണസ് സാധനം റിമൂവ് ചെയ്തിട്ട് ബാക്കി സാധനങ്ങളാണ് നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ബേണർ ബോക്സ് ബാർ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത്, ടു റിമൂവ് പോയിസണസ് ഗ്യാസസ് ബിഫോർ എക്സോസ്റ്റ്. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷനോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസിനെ ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് റിമൂവ് ചെയ്യും. ബാക്കി അറ്റ്മോസ്ഫിയറിലോട്ട് അത്ര പോയിസണസ് അല്ലാത്ത ഗ്യാസസ് ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഓരോന്നിന്റെ യൂസ് ഓർക്കുക. ഇവിടെയാണ് ഡോപ്പന്റ് ഇരിക്കുന്നത്, ഇവിടെ നമ്മളെ വേഫർ ഇരിക്കുന്നു. നൈട്രജന്റെ യൂസ് ഡിസ്കസ് ചെയ്തു. ഇനി ഓക്സിജൻ എന്ന് വെച്ചാൽ ഡോപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ഓക്സൈഡ് ലെയറും കൂടെ ഫോം ചെയ്യണമെങ്കിൽ ഓക്സിജൻ യൂസ് ചെയ്യും. കാരണം ഡോപ്പിങ്ങും ഓക്സൈഡ് ലെയറും ഒക്കെ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഡോപ്പിംഗ് കഴിഞ്ഞാൽ അവിടെ ഓക്സൈഡ് ലെയർ ഫോം ചെയ്യിക്കേണ്ടി വരും ആ ഭാഗത്ത്. നേരത്തെ ഞാൻ പറഞ്ഞു ഓക്സൈഡ് എന്തിനാണ്, പ്രൊട്ടക്ഷനും ബാക്കി ഐസൊലേഷനുമാണ്. അപ്പൊ ഡോപ്പിംഗ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പി റീജിയൻ ഫോം ചെയ്തു, പിന്നെ അതിനെ ഇലക്ട്രിക്കലി ഐസൊലേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആ പി റീജിയന്റെ മുകളിൽ എന്ത് ചെയ്യും, നമ്മളൊരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്ത് വെക്കും, പിന്നെ ഫർദർ റിയാക്ഷൻ ഒന്നും നടക്കാതിരിക്കാൻ. അപ്പൊ അതിന് വേണ്ടിയാണ് ഓക്സിജൻ യൂസ് ചെയ്യുന്നത്. ഓക്സിജന്റെ യൂസ് എന്തിനാണ്, ഓക്സൈഡ് ലെയർ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ഓക്സൈഡ് ലെയർ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളപ്പോഴാണ് ഓക്സിജൻ യൂസ് ചെയ്യുന്നത്. അല്ല ഇതിനോടൊപ്പം തന്നെ അല്ല ഇത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ സോളിഡ് ഡോപ്പന്റ് വെച്ചിട്ടുള്ള ഡിഫ്യൂഷന്റെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഫ്യൂഷൻ വിത്ത് ലിക്വിഡ് ഡോപ്പൻസ്. അപ്പൊ ഡിഫ്യൂഷൻ വിത്ത് ലിക്വിഡ് ഡോപ്പൻസ് ആകുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നേരത്തെ സോളിഡ് ഡോപ്പന്റ് ആയിരുന്നു അല്ലെ, നേരത്തെ സോളിഡ് ഡോപ്പന്റ് ആയിരുന്നപ്പോ ഡോപ്പന്റ് ഇതിന്റെ തൊട്ടടുത്ത് വെച്ചു, കാരണം സോളിഡ് ആണ്. സോളിഡ് ആയതുകൊണ്ട് അത് തൊട്ടടുത്ത് വെച്ചിട്ട് ഹൈ ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ കുറച്ച് വേപ്പേഴ്സ് ഇവിടെ ഫോം ചെയ്ത് അതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഡിഫ്യൂഷൻ വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ലിക്വിഡ് ആകുമ്പോൾ ഇവിടെ നിന്ന് ആ സോളിഡ് ഡോപ്പന്റ് ഇരുന്ന സ്ഥലത്ത് ഡോപ്പന്റ് ഇല്ല, പകരം ഇവിടെയാണ് ലിക്വിഡ് ഡോപ്പന്റ് വയ്ക്കുന്നത്. ഇവിടെയാണ് ലിക്വിഡ് ഡോപ്പന്റ്. വ്യത്യാസം വെച്ച് പഠിച്ചാൽ ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കി വളരെ എളുപ്പമാണ്. ഇവിടെയായിരുന്നു നേരത്തെ സോളിഡിന്റെ കേസിൽ, ഇവിടെയായിരുന്നു സോളിഡിന്റെ കേസിൽ സോഴ്സ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ അതിന് വരെ ലിക്വിഡ് സോഴ്സ് എക്സ്ട്രാ വന്നിട്ടുള്ളത് ഈ ഒരു സാധനമാണ് അല്ലെ.
ലിക്വിഡ് സോഴ്സ് വന്നപ്പോൾ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു സാധനമാണ്. ഇവിടെ ബാക്കി എല്ലാം സെയിം ആണ്. ബേണർ ബോക്സ് സ്ക്രബ്ബറിന്റെ ഉദ്ദേശം പഴയതുപോലെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ്, പോയിസണസ് ഗ്യാസ് റിമൂവ് ചെയ്യുകയാണ്. വേഫർ ഇവിടെ തന്നെ ഈ പൊസിഷനിൽ തന്നെയാണ് വേഫർ ഉള്ളത്. ഫോഴ്സ് ഡിഫ്യൂഷൻ ട്യൂബ് ആണ്. ഈ സോളിഡ് ഡോപ്പൻ എന്ന് പറയുന്നത് ലിക്വിഡ് ഡോപ്പൻ ആണ് വന്നിരിക്കുന്നത്. ഓക്സിജന്റെ യൂസ്, ഓക്സിഡേഷൻ എപ്പോഴാണോ ആവശ്യം അപ്പോഴാണ് ഈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്. നൈട്രജന് പഴയ യൂസിനോടൊപ്പം ഒരു ചെറിയ യൂസും കൂടെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ നൈട്രജന്റെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇങ്ങോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിക്വിഡ് സോഴ്സിനെ ബബിൾ ചെയ്ത്, അതായത് ഈ ലിക്വിഡ് സോഴ്സ് ഇവിടെ വരും, ഹൈ ടെമ്പറേച്ചർ കൊടുക്കും. ഈ ലിക്വിഡ് സോഴ്സിനെ ബബിൾ ചെയ്തിട്ട് എന്താണ് വേപ്പർ ഫോമിലോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുവരാനും കൂടെ നൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇൻ എഫക്ട് നേരത്തെ അതേ യൂസ് തന്നെയാണ്. എന്താണ്, ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ലിക്വിഡ് സോഴ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് നൈട്രജന്റെ എമൗണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും കോൺസെൻട്രേഷൻ അനുസരിച്ച്. നൈട്രജന്റെ എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ ഡോപ്പന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും, നൈട്രജന്റെ എമൗണ്ട് കുറച്ചാണെങ്കിൽ ഡോപ്പന്റ് ആയിരിക്കും ഹൈ കോൺസെൻട്രേഷൻ. അല്ലെ, നമ്മൾ വെള്ളം കലക്കുന്നതിന് പോലെ ആലോചിച്ചാൽ മതി. നമ്മൾ എന്താണ്, ഒരു സാധനത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതിന് ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. അതിൽ ഒരുപാട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് നല്ല ഡയലൂട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ആ രീതിയിൽ ആലോചിക്കുക. അപ്പൊ നൈട്രജന്റെ ഉദ്ദേശം ഒന്ന് നേരത്തെ തന്നെ ഹാർംഫുൾ ഗ്യാസസ് റിമൂവ് ചെയ്യുക, രണ്ട് ഇവിടെ നൈട്രജൻ ഒരു യൂസും കൊണ്ട് ബബിൾ ചെയ്യുക. അവിടെയും ഡയലൂട്ട് കോൺസെൻട്രേഷൻ തന്നെയാണ്, പക്ഷെ ബബിൾ ചെയ്തിട്ട് ആ സാധനത്തിനെ കൂടെ ക്യാരി ചെയ്ത് ഇവിടെ തന്നെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് നൈട്രജൻ ആണ്. മറ്റേത് ഇവിടെ ഉണ്ടായിരുന്ന സാധനത്തിനെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോവുക മാത്രമേ ചെയ്തുള്ളൂ. ബാക്കിയുള്ളതിന്റെ എല്ലാം യൂസ് സെയിം ആണ്. അപ്പൊ അതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിഫ്യൂഷൻ വിത്ത് ഗേഷ്യസ് ഡോപ്പന്റ് ആണ്. ഡിഫ്യൂഷൻ വിത്ത് ഗേഷ്യസ് ഡോപ്പന്റ് ആവുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഡോപ്പന്റ് ഈസ് ആൾസോ ഇൻ ഗേഷ്യസ് ഫോം ആണ്. അപ്പോൾ നേരത്തെ എല്ലാം രണ്ട് നോബ് വെച്ചു, നൈട്രജനും ഓക്സിജനും. പിന്നെ ഇവിടത്തെ കേസിൽ ലിക്വിഡ് ഡോപ്പന്റ് പോകാനുള്ള കേസും കൂടെ വരച്ചായിരുന്നു അല്ലെ. ഏതാണ് ലിക്വിഡ്. ഇനി ഗേഷ്യസിന്റെ കേസിലാകുമ്പോൾ ഒരു എക്സ്ട്രാ ഡോപ്പന്റ് ഗ്യാസ്. അപ്പൊ ഇവിടെ എക്സ്ട്രാ എന്താണ് വരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോപ്പന്റ് ഗ്യാസും കൂടെ കൊടുക്കും. ഓക്കെ, നൈട്രജന്റെ പഴയ ഉപയോഗം തന്നെയാണ്. വേറെ കോഡ്സ് ഉണ്ട്. ഇവിടെ കോഡ്സ് ആണ്, വേപ്പർ ഉണ്ട്, ബേൺ ബോക്സ്, സ്ക്രബ്ബർ. ഇവിടെ എക്സോസ്റ്റ് ആണ്. ഇവിടെ എക്സോസ്റ്റ് തന്നെയാണ്. ഈ പൊസിഷനിലുള്ളത് എക്സോസ്റ്റ് തന്നെയാണ്. ഇനി ഇവിടെ ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അവിടെ എക്സ്ട്രാ ആയിട്ടുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നേരത്തെ കേസിലായാലും ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഡോപ്പൻസ് ഏതൊക്കെയാന്നുള്ളതാണ്. ലിക്വിഡ് ഡോപ്പന്റ് പി ടൈപ്പിന് ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡും, ലിക്വിഡ് ഡോപ്പന്റ് എൻ ടൈപ്പിന് ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡും, ലിക്വിഡ് ഡോപ്പന്റ് പി ടൈപ്പിന് ബോറോൺ ട്രൈ ബ്രോമൈഡുമാണ്. അപ്പൊ ഓരോ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു വെക്കാം മിനിമം, ഓരോ എക്സാമ്പിൾസ്. ഓക്കെ, അതേപോലെ ഇവിടെ ഗേഷ്യസ് ഡോപ്പന്റിന്റെ കേസ് എടുക്കുമ്പോൾ ഗേഷ്യസ് ഡോപ്പന്റ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഗേഷ്യസ് ഡോപ്പന്റ് ഏതാണ്, ആർസൈൻ എന്ന് പറഞ്ഞത്. ആർസൈൻ ആണ് ഗേഷ്യസ് ഡോപ്പന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എൻ ടൈപ്പ് ഡോപ്പിംഗ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ. അതേപോലെ പി ടൈപ്പ് വേണമെങ്കിൽ ഡൈ ബോറൈൻ ആണ് യൂസ് ചെയ്യുന്നത്. പി ടൈപ്പ് ഡോപ്പന്റ് ആണ് നമുക്ക് ആവശ്യം. ഇപ്പൊ ഇവിടെ ഡോപ്പന്റ് ഗ്യാസ് ആയിട്ട് കൊടുക്കുന്നത് ഒന്നുകിൽ എൻ ടൈപ്പിന് വേണ്ടി ആർസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ പി ടൈപ്പ് ആണ് ആവശ്യമെങ്കിൽ ഡൈ ബോറൈൻ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സ്ട്രാ വരുന്ന ഒരു ട്രാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. സാധാരണ കേസിൽ ഇവിടെ നേരത്തെ പറഞ്ഞ കണക്ക് പോയിസണസ് ഗ്യാസസ് ഒക്കെ വരുമെങ്കിൽ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കാനാണ് ഈ ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ട്രാപ്പിന്റെ യൂസ് എന്ന് വെച്ചാൽ ഇവിടെ എക്സ്ട്രാ ഇവിടെ ഇപ്പൊ ഗ്യാസ് ആണ്, ഫുൾ ഗ്യാസസ് ആണ് കൊടുക്കുന്നത്. ഡോപ്പന്റ് ഗ്യാസ്, നൈട്രജനും ഗ്യാസ്. അപ്പം ഗേഷ്യസ് ഇമ്പ്യൂരിറ്റീസ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ റിയാക്ട് ചെയ്തൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പോയിസണസ് ഒഴിവാക്കി ബാക്കി എക്സോസ്റ്റ് ചെയ്യണമല്ലോ, അതിന്റെ റിയാക്ഷന് സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എക്സ്ട്രാ ട്രാപ്പ് എന്നുള്ള സാധനം യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗിവൺ ടു ബേൺ ബോക്സ് ബാർ സ്ക്രബ്ബർ സിസ്റ്റം ആണ്. എന്തിനാണ്, ഫോർ റിമൂവിങ് പോയിസണസ് ഗ്യാസസ്. അപ്പോൾ പോയിസണസ് ഗ്യാസസ് റിമൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ട്രാപ്പ് എന്നുള്ള സാധനത്തിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, സോളിഡ് ഡോപ്പന്റ്, ലിക്വിഡ് ഡോപ്പന്റ്, ഗേഷ്യസ് ഡോപ്പന്റ് ചേഞ്ചസ് എന്താണെന്നുള്ളത് മാത്രം ഓർക്കുക. ഓക്കെ.